ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ടയുടെ റെസിപ്പി എൻ്റേതല്ല കേട്ടോ, എൻ്റെ മേമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ മേമ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറാട്ട തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞേരാണ് ഞാൻ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ 1.25 കിലോ മൈദാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് 3/4 ഗ്ലാസ് പാലാണ്. സാധാ നോർമൽ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും പിന്നെ ഒരു പിഞ്ച് അപ്പക്കാരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പൊറാട്ടയ്ക്കുള്ള മാവ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിങ്ങനെ ഒരു ബോളായി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് സെറ്റായി കിട്ടും. സെറ്റായി കിട്ടിയാൽ പിന്നെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള ബലപ്രയോഗത്തിലാണ് ഏതാണ്ട് ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി തുടരെ നമ്മൾ വീണ്ടും ഇതേ രീതിക്ക് തന്നെ കുഴച്ചുകൊണ്ട് വെക്കണം കേട്ടോ. ഏതാണ്ട് ഒരു 10-25 മിനിറ്റ് മേമ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് മൈദമ്മൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ആക്റ്റീവ് ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊറാട്ടക്കുള്ള മാവ് ഏതാണ്ടെല്ലാം കുഴച്ച് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബോളായിട്ട് എടുക്കുക ചെയ്യുന്നത്. ഒരു ബോളാകൃതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിരൽ വെച്ച് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകുന്നുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു നനഞ്ഞ കോട്ടൻ്റെ തോർത്തോ എന്തെങ്കിലും ഒരു തുണി നനച്ചിട്ട് അതിലെ വെള്ളം ചെറുതായിട്ട് പിഴിഞ്ഞ് നോക്കിയിട്ട് ആ വെള്ളത്തോട് കൂടി ഇടാൻ പാടില്ല. വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് ആ നനഞ്ഞ തുണി ഇതേപോലെ ആ ബോളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവൊക്കെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് വലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വീഡിയോയിൽ കാണുന്ന രീതിക്ക് ബോളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ബോൾസൊക്കെ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ മാവ് മൊത്തമായിട്ടും 1.25 കിലോ മൈദ കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇതേപോലെ വലിയ ബോൾസാണ് കേട്ടോ, വലിയ ബോൾസുകളാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് മെനക്കെടാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറാട്ടാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ, മടിയില്ലാത്തവരും അതേ പറയാൻ പറ്റും. അതായത് കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറാട്ട കിട്ടും കേട്ടോ. അപ്പോൾ മാവ് മൊത്തം ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നേരത്തെ നമ്മൾ നനച്ചിട്ട തുണി ഇതേപോലെ വീണ്ടും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ബോളുകൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ രീതിക്ക് പരത്തിയിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ഒരു സ്പെഷ്യൽ ട്രിക്ക് തന്നെയാണ്. ഇങ്ങനെ തിരിച്ച് ഓരോ സൈഡും തിരിച്ചാട്ടോ അടിച്ചു കൊടുക്കുന്നത്. അടിച്ചെടുക്കുകയല്ല, പൊറാട്ട വീശുന്നത് കേട്ടോ. പൊറാട്ട മാവ് ഇതേപോലെ വീശിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു അത്യാവശ്യം നല്ല വലുപ്പമായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ചെയ്യുന്നത് കുറച്ച് മൈദപ്പൊടി ഇതേപോലെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു 8 പീസോളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൊറാട്ട നല്ല ലെയറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നൂൽ പൊറാട്ട എന്നൊക്കെ പറയില്ലേ, അതേപോലെ ലെയർ വരാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇതേപോലെ പീസാക്കി എടുത്തത് കേട്ടോ.
കത്തി വെച്ചിട്ട് ഒരു 5-8 വര അങ്ങനെ വരച്ച് കൊടുത്തിട്ട് അതിൽ 3 വെച്ചിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റി വെച്ച പൊറാട്ടയുടെ അതിനെന്താ പറയുക, ആ തിരിവ് അതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത സ്ഥലത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ചെറിയ ബോളുകളും വീശി ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ ആ നനഞ്ഞ തുണി തോർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതേപോലെ വീണ്ടും വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളെ പൊറോട്ട നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇനി എങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ ചുറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബോൾ എന്ത് ചെയ്യുക, ഇതേപോലെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ കത്തി വെച്ച് കീറിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓരോ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കണ്ടോ, അപ്പോൾ തന്നെ പരത്തിയ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓരോ ലെയേഴ്സായിട്ട് പൊറാട്ടയുടെ ചുറ്റിച്ച ഭാഗം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പരത്തിയെടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്. ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചുറ്റി വെച്ച മാവിനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തവ എന്താണോ പത്തിരിക്കല്ലൊക്കെ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇരുഭാഗവും നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇങ്ങനെ ബ്രൗൺ കളറ് 2 സൈഡും ആയി വരുന്നവരെ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്ന ശേഷം നമുക്ക് കയ്യിൽ ഇതേപോലെ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓയിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒഴിക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും ഓയിലിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കയ്യിൽ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് കൊടിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊറാട്ട വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കണം. ആ ചൂടോടെ തന്നെ അടിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലേയേഴ്സായിട്ട് കിട്ടില്ല കേട്ടോ. നല്ല ചൂടുണ്ടാവും, കൈ പൊള്ളുന്ന
രീതിക്കുള്ള ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ റിസ്ക് എടുത്തിട്ട് അടിച്ചെടുത്താലേ നമ്മുടെ ആ പെർഫെക്റ്റ് പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ സൂപ്പർ അടിപൊളി പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും റിസ്ക് എടുക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രീതിക്കുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല നൂല് പോലെയുള്ള നല്ല പൊറോട്ട സോഫ്റ്റ് ആയിട്ടുള്ള ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ